മഴയിൽ ചോർന്നൊലിച്ച് പൊന്നാനി കോടതി കെട്ടിടം. കോടതി മാറ്റത്തിനുള്ള നീക്കവും പാതിവഴിയിൽ. കോടതി ജീവനക്കാർ പ്രവർത്തിക്കുന്നത് അപകട സാഹചര്യത്തിൽ. ശക്തമായൊന്ന് മഴ പെയ്താൽ, കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ പൊന്നാനി കോടതിയിലുള്ളവരുടെ ചങ്കിടിപ്പ് കൂടും. കാറ്റിൽ അടർന്നു വീഴുന്ന കോൺക്രീറ്റുകൾ, മഴയിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂര. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടം അപകടാവസ്ഥയിലാണ്. ജീർണിച്ച് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ സാഹസപ്പെട്ടാണ് മൺസൂൺ കാലത്ത് കോടതി ജീവനക്കാർ സേവനം ചെയ്തത്. ഫലപ്രദമായ അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നതിനാൽ അഭിഭാഷകരും കേസിന് വരുന്ന കക്ഷികളുമെല്ലാം അതീവ ദുരിതത്തിലാണ്. ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ട്രഷറി, രജിസ്ട്രാർ ഓഫീസ്, ഫിഷറീസ് തുടങ്ങി എല്ലാ ഓഫീസുകളും മറ്റ് സുരക്ഷിത കെട്ടിടങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറി. കോടതി പ്രവർത്തനം പൊന്നാനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറാൻ ശ്രമമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പാതി വഴിയിൽ നിലച്ച മട്ടാണ്. പകർച്ചവ്യാധികളുടെ കാലത്ത് കെട്ടിടത്തിൻ്റെ തറയിലും തൂണുകളിലും ചെളിവെള്ളം കെട്ടിനിൽക്കുന്നത് ഗുരുതര ഭീഷണിയാണ്. നിലം പൊത്താറായ കെട്ടിടഭിത്തികളും തൂണുകളും കോടതി രേഖകൾ സൂക്ഷിക്കുന്ന വിഭാഗത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിരന്തരം ചോർന്നൊലിക്കുന്നതിനാൽ കുട ആശ്രയിച്ചാണ് നനഞ്ഞൊട്ടി വിറച്ചും ജീവനക്കാർ ദിവസം തള്ളി നീക്കുന്നത്. റെക്കോർഡുകൾ പലതും വെള്ളത്തിനടിയിലും നനഞ്ഞ ചാക്കുകൾക്കിടയിലുമാണ്. മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ പഴയ ചാക്കും കീറത്തുണികളും തറയിൽ വിരിച്ച് രൂക്ഷത കുറയ്ക്കാൻ പാഴ്ശ്രമങ്ങൾ ജീവനക്കാർ നടത്തുന്നുണ്ട്. വേണ്ടിടത്തെല്ലാം പരാതിപ്പെട്ടിട്ടും അനങ്ങാപ്പാറ നയം അക്ഷരം പ്രതി തുടരുന്നതിനാൽ നാട്ടുകാർക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. കോടതി ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കോടതിയാണ്. പക്ഷേ ഇതിൻ്റെ ചുമരുകൾക്കൊന്നും ഒരു ബലക്കുറവൊന്നുമില്ല. കാരണം പഴയ വീടായതുകൊണ്ട് അതിൻ്റെ ഓടുകൾക്കൊക്കെ മാറ്റം വന്നു. മീൻസ് പഴയ തട്ടുകൾക്ക് വീടാകുമ്പോൾ ഓടിന് ഇറക്കം വന്നു കഴിഞ്ഞാൽ ചുമരുകൾക്ക് ആ വെള്ളം കിഞ്ഞിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. കാരണം പഴയ ചുമരുകളാണ്, കുമ്മായത്തെ ചുമരാണ്. അതിൻ്റെ പ്രശ്നമില്ലാതെ ഈ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിന് ചുമരുകൊന്നും യാതൊരു ബലക്ഷയമില്ല. പിന്നെ കൂടാതാണെങ്കിൽ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഓട് മാറ്റി നല്ല ഷീറ്റിട്ട് നല്ല സ്ട്രെസ് വർക്ക് നടത്തി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് വർഷം നിൽക്കുമെന്നാണ്. അപകടങ്ങൾ ഉണ്ടാവുന്നതുവരെ അവഗണന തുടരുന്ന പതിവ് രീതി മാറ്റിയില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഏറെയാണ്. മഴക്കാലത്ത് മുതിർന്ന അഭിഭാഷകരും ആരോഗ്യ കാരണങ്ങളാൽ കോടതി ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ്. എലിയും പെരിച്ചാഴിയും പാമ്പും വെരുകും മറ്റ് ക്ഷുദ്രജീവികളും ഇവിടങ്ങളിൽ സുഖവാസത്തിലാണ്. ആടിയുലയുന്ന മരക്കോണി മഴ പെയ്താൽ കൂടുതൽ അപകട ഭീഷണിയിലാണ്. കെട്ടിടം പുനർനിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾ ഏറെ നടന്നെങ്കിലും പദ്ധതി ഒന്നുമായിട്ടില്ല. നിരവധി നിവേദനങ്ങളും പരാതികളും അധികൃതർക്ക് നൽകി വരുന്നുണ്ടെങ്കിലും വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കെട്ടിടത്തെ ആശ്രയിക്കുന്ന മറ്റുള്ളവർ മഴക്കാലത്തെ ഇവിടേക്ക് അടുക്കാറില്ലെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ ജീവൻ പണയം വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.